ഹായ് നമസ്കാരം. വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. T20 വേൾഡ് കപ്പ് അവസാനിച്ച് IPLലേക്ക് എല്ലാ ടീമുകളും ഒരുങ്ങിക്കഴിഞ്ഞു. ഇത്തവണ ഇന്ത്യൻ ടീമിന് വിശ്രമമില്ലാത്ത പരമ്പരകളാണ് IPLന് ശേഷം വരാനിരിക്കുന്നത്. വേൾഡ് കപ്പിൽ 3 തവണ ചാമ്പ്യന്മാരായ ഇന്ത്യക്ക് ഇത്തവണത്തെ ചാമ്പ്യൻ നേട്ടത്തിന് BCCI പ്രഖ്യാപിച്ചിരിക്കുന്ന സമ്മാനം 131 കോടി രൂപയാണ്. എല്ലാ കളിക്കാർക്കും, കോച്ചിനും, സപ്പോർട്ടിംഗ് സ്റ്റാഫിനും അടക്കമാണ് ഈ തുക പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ ഏത് തരത്തിൽ വീതിക്കപ്പെടുമെന്ന് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും വിലയിരുത്തപ്പെടുന്നത് 6 കോടി വെച്ച് 15 കളിക്കാർക്കും ബാക്കിയുള്ള 41 കോടി കോച്ചിനും സപ്പോർട്ടിംഗ് സ്റ്റാഫിനുമാണ് എന്നാണ് പറയപ്പെടുന്നത്. IPLന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ വിശ്രമമില്ലാത്ത പരമ്പരകൾ. അഫ്ഗാനിസ്ഥാനുമായി ജൂൺ 6 മുതൽ ജൂൺ 10 വരെ ഒരു ടെസ്റ്റാണ് ആദ്യം ഇന്ത്യക്ക് കളിക്കാനുള്ളത്. അതിനുശേഷം 3 ഏകദിന പരമ്പരയും അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യക്ക് കളിക്കാനുണ്ട്. ജൂൺ 14 മുതൽ 20 വരെയുള്ള തീയതികളിലാണ് ആ മത്സരങ്ങൾ വരുന്നത്. ജൂലൈ മാസത്തിൽ ഇന്ത്യക്ക് ഇംഗ്ലണ്ടുമായാണ് ഏറ്റുമുട്ടേണ്ടത്. ഇംഗ്ലണ്ടുമായി 5 T20 മത്സരങ്ങളും 3 ഏകദിനങ്ങളുമാണ് ഇന്ത്യക്ക് കളിക്കാനുള്ളത്. ഓഗസ്റ്റിൽ ശ്രീലങ്കയ്ക്കെതിരെ 2 ടെസ്റ്റ് മത്സരങ്ങളാണ് ഇന്ത്യക്ക് കളിക്കാനുള്ളത്. അതിനു പുറമെ ശ്രീലങ്കയ്ക്കെതിരെ 2020 പരമ്പര നടത്താൻ വേണ്ടി ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡ് BCCIയോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ നവംബറിൽ ശ്രീലങ്കയിൽ നടന്ന ചുഴലിക്കാറ്റിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ റിക്കവർ ചെയ്യാൻ വേണ്ടി, സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ വേണ്ടി T20 പരമ്പര ശ്രീലങ്കയുമായി കളിക്കാൻ വേണ്ടി ഇന്ത്യയോട് പ്രത്യേകം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് സ്വീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും ഒരു T20 മത്സരം കൂടി ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യക്ക് കളിക്കേണ്ടി വരും. സെപ്റ്റംബറിൽ വീണ്ടും ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 പരമ്പരയുമുണ്ട്. അഫ്ഗാനിസ്ഥാനുമായുള്ള T20 പരമ്പര UAEയിൽ വെച്ചായിരിക്കും നടക്കുക. ഇതിനിടെ വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യയിൽ പര്യടനം നടത്തുന്നുണ്ട്. 3 ഏകദിനങ്ങളും 5 2020 മത്സരങ്ങളുമാണ് ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസുമായി തമ്മിൽ നടക്കുക. സെപ്റ്റംബർ 25 മുതൽ ഒക്ടോബർ 3 വരെ നടക്കുന്ന ജപ്പാനിലെ ഏഷ്യൻ ഗെയിംസിലും ഇന്ത്യൻ ടീമിന് പങ്കെടുക്കേണ്ടതുണ്ട്. ഏഷ്യൻ ഗെയിംസും വെസ്റ്റ് ഇൻഡീസിന്റെ ഇന്ത്യ പര്യടനവും ഏകദേശം ഒരേ സമയമായതിനാൽ 2 ടീമുകളെ തയ്യാറാക്കാനായിരിക്കും ഇന്ത്യ ശ്രമിക്കുക. അത് കഴിഞ്ഞ് ഒക്ടോബർ പകുതിയോടെ ഇന്ത്യക്ക് ന്യൂസിലൻഡിലാണ് പിന്നീടുള്ള പരമ്പര. 5 ഏകദിനങ്ങളും 5 2020 മത്സരങ്ങളും 2 ടെസ്റ്റ് മത്സരങ്ങളുമാണ് ന്യൂസിലൻഡിൽ ഇന്ത്യ കളിക്കുക. ആ പരമ്പര കഴിഞ്ഞ് ഡിസംബറിലായിരിക്കും ഇന്ത്യ തിരിച്ചെത്തുക. തിരിച്ചെത്തിയാൽ ഉടനെ നേരത്തെ പറഞ്ഞ ശ്രീലങ്കയുമായിട്ടുള്ള മത്സരം മിക്കവാറും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിന് ഇനി വിശ്രമമില്ലാത്ത നാളുകളാണ്. എന്തായാലും ഇത്തവണത്തെ IPL വളരെ നിർണായകമാകും. ഇന്ത്യൻ കളിക്കാർക്ക് മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ തീർച്ചയായിട്ടും ഒട്ടനവധി അവസരങ്ങളാണ് കാത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തുടരെ പരമ്പരകളാണ്, മത്സരങ്ങളാണ് ഇന്ത്യക്ക് ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒരേ സമയത്ത് തന്നെ 2 ടീമിനെ വരെ ഇറക്കേണ്ട അവസ്ഥയിലുമാണ്. അതുകൊണ്ട് ഒട്ടനവധി താരങ്ങൾക്ക് അവസരം ലഭിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് IPL. ഇത്തവണത്തെ IPLൽ ഇന്ത്യൻ താരങ്ങൾക്ക് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക.